ഹലോ നമസ്തേ. വേണമെങ്കിൽ ഇതൊരു ചായവത്തേക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. മുടിയൊന്ന് സെറ്റാക്കട്ടെ, കഷണ്ടി മറിക്കട്ടെ. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായവത്തേക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വയ്ക്കാം. ബിക്കോസ് എൻ്റെ കയ്യിൽ ചായയില്ല, കപ്പുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇത് WWDCയെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. Welcome to WWDC. Let's go have a great WWDC. എന്താണെങ്കിൽ നിങ്ങൾ എൻ്റെ iOS 26-ൻ്റെ വീഡിയോ കണ്ടു കാണും. യെസ്, ഇനി മുതൽ എല്ലാം 26 ആണ്. iOS 26, macOS 26. macOSൻ്റെ ഒരു പേരുണ്ട്, താഹോ അങ്ങനെ എന്തിനാണ്. നല്ല ബെസ്റ്റ് പേര് കേട്ടോ, മലയാളികൾക്ക് നല്ല രീതി കണക്റ്റ് ആവും ഈ പേര്. പിന്നെ WatchOS 26, tvOS 26, Vision OS 26, പിന്നെ iPadOS 26. iOS 26-ൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാത്തിലും ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു തീമാണ് ആപ്പിൾ പിടിച്ചേക്കുന്നത്. അതായത് എന്തെടുത്താലും ഒരുമാതിരി ഗ്ലാസ്സിനെ ഞോണ്ടണ പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഐപാഡാണ് കണ്ടോ, ഒരു ഗ്ലാസ് കണ്ടോ, ഒരു ഔട്ടർ ഗ്ലാസ്സിനെ നമ്മൾ പൊക്കി അകത്ത് കയറുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് പറഞ്ഞത്. അതാണ് ഇതിൻ്റെ ഈ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന സാധനം. പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾക്ക് കുറച്ച് പുതിയ ഐക്കൺസ് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഐക്കൺസൊക്കെ ഒരു ഗ്ലാസ് പരിപാടി തന്നെയാണ് അവർ പിടിച്ചേക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡിലുള്ള ഒരുപാട് സാധനങ്ങൾ ഈ പ്രാവശ്യം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കോൾ സ്ക്രീനിങ്, വിളിച്ച് കഴിഞ്ഞാൽ മറ്റേ റോബോട്ടിനെ സംസാരിക്കണ പരിപാടി, ലൈവ് ട്രാൻസ്ലേഷൻ. അതിൽ ഈ ഫേസ് ടൈമിലുള്ളൊരു സാധനമുണ്ട്, ലൈവായിട്ട് ട്രാൻസ്ലേറ്റ്. അപ്പോൾ അത് അപ്പനും അമ്മുമ്മയൊക്കെ വല്ല ചൈനീസോ ഫ്രഞ്ച് കാര്യമൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരി പറയണത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അത് അങ്ങനത്തെ ഒരു സാധനമുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി വെരി നൈസ്. പിന്നെ മെസ്സേജിൽ കുറേ പരിപാടി വന്നിട്ടുണ്ട്. അത് വാട്സാപ്പ് ഫീച്ചേഴ്സാണ്. അതായത് വാട്സാപ്പിലുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ ഗ്രൂപ്പ് ചാറ്റിൽ റെസിപ്പിൻ്റെ, അതായത് അവിടെ ഗ്രൂപ്പ് ചാറ്റിലുള്ളവർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇൻഡിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് മാറ്റണത്, ഇതൊക്കെ വാട്സാപ്പിലുള്ള സാധനമാണ്. ഫ്ലാഷ് ബാക്ക്. You should expect that Apple's going to keep innovating and പിന്നെ എന്തിന് കോൾ മറ്റേ സാധനം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫേവറേറ്റ്സ് ഒക്കെ നമുക്ക് മുകളിൽ വലുതായിട്ടൊക്കെ വരും. അതാകുമ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നേരെ കോൾ അങ്ങോട്ട് പോകും. പിന്നെ സ്പാം അലേർട്ട് ചെയ്യുന്നത്, പിന്നെ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ, അതായത് ട്രൂ കോളർ പോലത്തെ ഒരു പരിപാടി. പിന്നെ ക്യാമറ ഇതുണ്ടല്ലോ, ഫോർമാറ്റ് ലേ ഔട്ട് മാറ്റേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മാറ്റി, എന്തായാലും ഓക്കെ, അവരെ ഇഷ്ടം. കുറച്ചും കൂടെ റിഫൈൻഡ് ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ മുകളിൽ 4K ഒക്കെ പെട്ടെന്നൊക്കെ കയറ്റാനൊക്കെ പറ്റുന്ന ഒരു പരിപാടി. പിന്നെ എന്തിനാണ് മാറ്റം വന്നേക്കണം, ഈ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്കിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സ്ക്രീനിൽ അവിടെ നമുക്ക് സ്പേഷ്യൽ വീഡിയോ അല്ലെങ്കിൽ സ്പേഷ്യൽ ഏത് ഫോട്ടോയിലും നമുക്ക് ഡെപ്ത് കൊടുക്കാം. പക്ഷേ സ്പേഷ്യൽ ഫോട്ടോസ് ആണെങ്കിൽ കുറച്ചും കൂടെ രസമായിട്ടുള്ളൊരു ഡെപ്ത് ഫീച്ചർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെ പൂച്ച, പട്ടി, നിങ്ങളെ ഫോട്ടോയൊക്കെ വേണമെങ്കിൽ അതുപോലെ 3D ഇമേജിൽ കാണിക്കാം. പിന്നെ എനിക്ക് വാച്ച് ഓയസിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിഞ്ച് ടു നാവിഗേറ്റിന് പോലെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ. അപ്പോൾ അതിങ്ങനെ പോവും. പിന്നെ ഒരെണ്ണം ഉണ്ട്, എന്തിനും നമ്മൾ ഓടേണ്ട സമയത്ത് നമ്മളോട് ഓപ്പ് 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 എന്ന് പറയണ എന്തൊരു കൂതറയുടെ, അതൊക്കെ ആർക്കിടയാ അത് വേണ്ടത്? നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നന്നായി ഓടുകയാണ്, നിങ്ങൾ നന്നായിട്ട് തളരുന്നു. പിന്നെ ചെവി കൂടെ ഇനി അതും കൂടെ കേൾക്കണം. നിങ്ങൾ 10 കിലോമീറ്റർ ഓടി, നല്ലോല ഓടൂ എന്ന് പറയണ ഒരുത്തന് യാവനാണ് ആ ഫീച്ചർ ചോദിച്ചത്. ഇതൊക്കെ ഞാൻ ഈ ആപ്പിളിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സാണിത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ലോകത്ത് ഇതൊക്കെ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുമോ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ആപ്പിളിൻ്റെ അതാണ് പറഞ്ഞത്, അവർക്കറിയാം, അവരെ യൂസേഴ്സിന് എന്തിനാണ് വേണ്ടത്. അല്ലാതെ ഈ ഒരുപാട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നു. അതായത് നമുക്ക് ഇതിൻ്റെ ഒന്നും ഒരു പ്രയോജനവും ആവശ്യവും ഇല്ല, എന്നാലും അതോടെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇഫ് യു വാണ്ട്. പിന്നെ ആ ഫോണിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടും. കൺട്രോൾ പാനലിൻ്റെ ഒരു കുറച്ചൊക്കെ ഒരു റീഡിസൈൻ. ഇറ്റ്സ് മോർ ലൈക്ക് വിൻഡോസിൻ്റെ പഴയ വിസ്റ്റ എന്ന് പറഞ്ഞിട്ട്. ഈ വിൻഡോസിൻ്റെ തന്നെ ഒരു വലിയ ഫെയിലിയർ ആയിരുന്നു ആ വിസ്റ്റ എന്ന് പറയുന്ന സാധനം. ബിക്കോസ് ആ വിസ്റ്റയുടെ 1% ഒരു സാധനവും നിങ്ങൾക്ക് വിൻഡോസ് 11 വിൻഡോസ് 10 കാണാൻ പറ്റൂല. വിൻഡോസിന് തന്നെ അതൊരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു വിൻഡോസ് വിസ്റ്റ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ഇതുപോലെ തന്നെയാണ് ട്രാൻസ്പാരൻറ്റ്, ഭയങ്കര രസമായിരുന്നത്. നമുക്ക് ട്രാൻസ്പാരൻ്റ് ഇത് കൂട്ടാൻ കുറയ്ക്കൊക്കെ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ആ സാധനമൊക്കെ ഇതിലും വരണം.
നമുക്ക് ഈ പറയുന്ന ട്രാൻസ്പാരൻറ്റ്, ചിലവർക്ക് ട്രാൻസ്പാരൻറ്റ് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ഒരു പഴയ രീതിയിലുള്ളൊരു സാധനത്തിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു സാധനം കൊണ്ട് ഇതിപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. മനസ്സിലായി? ട്രാൻസ്പാരൻറ്റ് തന്നെ, എല്ലാത്തിലും ട്രാൻസ്പാരൻറ്റ് തന്നെ. ട്രാൻസ്പാരൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഈ iPhone 14 അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന iPhone 16 ഈ പറയുന്ന സാധനം കാണാൻ വലിയ സുഖമില്ല. എസ്പെഷ്യലി മറ്റേ ഫുൾ ട്രാൻസ്പാരൻറ്റ് ആക്കണ പരിപാടി ഒരു സുഖമില്ല. അത് കാണുമ്പോൾ നമ്മൾ ഇത് ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ സാധനങ്ങൾ വായിക്കാൻ ഭയങ്കര പാടാണ്, ഏത് ആപ്പാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പാടാണ്. പക്ഷേ ഈ വർഷം ഒരു iPhone 17 Air എന്ന് പറയുന്നൊരു സാധനം ഇറങ്ങുന്നുണ്ട്. 5.5 മില്ലിമീറ്ററിൻ്റെ തിക്നെസ് ഉള്ള ആ സാധനത്തിൽ ആ ഒരു തീമുണ്ടല്ലോ, വേറെ ലെവലായിരിക്കും. ഈ സാധനം ഇവന്മാർ പണ്ട് എനിക്ക് തോന്നുന്നു ടിം കുക്കോ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എല്ലാവരുടെ കയ്യിലും ഒരു ഗ്ലാസ് സ്ലാബിൻ്റെ ഒരു ഫോൺ, അതാണ് അവരുടെ സ്വപ്നം. അങ്ങനെ എന്തോ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ലിറ്ററലി ഒരു ഗ്ലാസ് സ്ലാബിൽ ഫോൺ കാര്യങ്ങൾ. ഇത് അതിലോട്ടുള്ള ഒരു പോക്കാണ്. ഈ 17 Air അതൊരു തുടക്കമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ സ്ലിം ഫോർമാറ്റിൽ ഈ പറയണ ഗ്ലാസിൻ്റെ തീം വരുമ്പം അതൊരു വേറെ ലെവൽ സാധനമായിരിക്കും. ഇനി നോക്കാനുള്ളത് ഈ പറയുന്ന 17 Airൻ്റെ കളർ ഏതായിരിക്കും. ആ ഫോണിൽ ഈ സാധനം വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ബിക്കോസ് ഇതിൽ കൊള്ളൂല. ഈ പറയുന്ന സാധാ ചക്ക വല ഇരിക്കണ ഇതിൽ ഈ ഗ്ലാസിൻ്റെ സാധനം വരുമ്പോൾ ഒരു സുഖമില്ല. പക്ഷേ ആ സ്ലിം ഫോൺ ഇനിയും ആലോചിച്ച് നോക്ക്, ഇത് തുടക്കമാണ്. ആപ്പിൾ എന്തെങ്കിലും 4.5 മില്ലിമീറ്റർ 4 മില്ലിമീറ്ററിൻ്റെ ഒക്കെ ഒരു ഫോൺ ഇറക്കിയ വിത്ത് ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് പരിപാടി, ആപ്പിൾ ഫാൻസിന് അത് മതിയടാ. അവർ പറയുന്നത് നമ്മളെ ഫോൺ നിങ്ങളെ ഫോൺ ഉണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് വരും. അത് പിന്നെ ഉള്ളത് WatchOS, tvOSലൊക്കെ ചെറിയ മാറ്റങ്ങളാണുള്ളത്. ഇതേപോലെ മറ്റേ ലിക്വിഡ് ഗ്ലാസ് തന്നെ, എല്ലാത്തിലും ലിക്വിഡ് ഗ്ലാസ് ഉണ്ട്. മെയിനായിട്ടും ചേഞ്ച് വന്നിട്ടുള്ളത് macOSലാണ്. ഒന്ന് മറ്റേ ഈ ഫോൺ നമുക്കിപ്പം macOSൽ നമുക്ക് മറ്റേ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, കോളർ ഇത് ആപ്പ്, അതിലും ഉണ്ട്, ഐപാഡിലും ഉണ്ട്. ഇനി തൊട്ട് ഫോൺ വിളിക്കാൻ ഇതിൽ നിന്ന് വിളിക്കാം, ഐപാഡിൽ നിന്ന് വിളിക്കാം, ഇതിൽ നിന്ന് വിളിക്കാം. സ്വിഗ്ഗിയിലോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഊബർ വന്നു കഴിഞ്ഞാൽ ഇത് അതിലോട്ട് തട്ടാം. എന്നിട്ട് അപ്പോൾ തന്നെ മറ്റേ iPhone മിററിങ് ചാടി വരും. എന്നിട്ട് ആ വഴി നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫോണിൽ എന്തിനാണ് നടക്കണതെന്ന് ആ വഴി നടക്കും. മനസ്സിലായില്ലേ? ആ ലെവൽ ഓഫ് കണ്ടിന്യൂറ്റി അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. ആ സെയിം സാധനം നമുക്ക് ഐപാഡിലും വരാമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഐപാഡിൽ മൾട്ടി ടാസ്കിങ് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ബാക്കിയുള്ള ടാബ്ലറ്റിലൊക്കെ ഉണ്ടേ. ഇപ്പോഴായിട്ട് ഇവരൊക്കെ വന്നിട്ട് ഭയങ്കര മഹത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഈ ഒരു സാധനത്തിൽ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഈ iMovieയിലും മറ്റേ ഡാവിഞ്ചിയിലൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി മുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിങ്ങനെ മിനിമൈസ് ചെയ്യാം. കഷ്ടപ്പെട്ടത് വെറുതെ ആയി. അത് മോളിൽ കിടക്കും. എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അയ്യോ, മറ്റേത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ പോലും ഓഫ് ചെയ്യാൻ പാടില്ല. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തീർന്നു. അതേപോലെ ഒരു പ്രശ്നം ഇതിനും ഉണ്ട്. എയർ ഡ്രോപ്പ് ചെയ്യണത്. അപ്പോൾ ഒരുപാട് വീഡിയോ എയർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കണം. അണയല്ലേ എന്തെങ്കിലും രീതിയിൽ മറ്റേ സ്ലീപ്പ് മോഡിൽ പോയി കഴിഞ്ഞാൽ ഫുൾ പോകും. അപ്പോൾ ആ ഒരു സാധനം ഇതിൽ വന്നത് ഈ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുപോലെ എടുക്കാം. അതേപോലെ ഇപ്പോൾ ഇതിൻ്റെ തോണ്ടിയിട്ട് ഇപ്പോൾ നമുക്കാണെങ്കിൽ എക്സ് എടുത്ത് അപ്പുറത്തിടാം. എന്നിട്ട് നമുക്ക് തോണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു എന്താ വേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് എടുത്ത് അപ്പുറത്തിടാം. ഇതിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കുറയ്ക്കാം. ഇതേപോലെ നമുക്ക് എത്ര ആപ്പ് എന്നിട്ടുണ്ട് ഇങ്ങനെ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഈ ടാസ്കിങ് ഒക്കെ പുല്ല് വില എന്നൊക്കെ പറഞ്ഞവന്മാരാണ് ഈ കുറേ ആപ്പിൾ ഫാൻസ്. അവരൊക്കെ എവിടെയാണോ എന്തോ. പിന്നെ അതേപോലെ ക്ലോസ് ചെയ്യാനും മറ്റേ മിനിമൈസ് ചെയ്യാനൊക്കെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അത് അടിപൊളിയാട്ടോ. പിന്നെ മോളിൽ ഫയലിൻ്റെ അതായത് മറ്റേ ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, വ്യൂ, ഇതൊക്കെ ഒരു macOS പരിപാടിയാണ്. അതിൽ ഒരു സാധനമാണ്. പിന്നെ പെൻസിലിൽ എന്തോ ഒരു പുതിയൊരു ബ്രഷ് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ സിറി, മറ്റേ സ്മാർട്ട് സിറി ഇല്ലടേ, പേഴ്സണലൈസ്ഡ് സിറി, അതിനെപ്പറ്റി ഇന്നലെ മിണ്ടിയതേ ഇല്ല. എന്തൊരു പറ്റിയാ എന്തോ പേടിച്ച് പോവായിരുന്നു കേട്ടാ. പിന്നെ സ്പോട്ട് സെർച്ച്, അത് മറ്റേ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, ഭയങ്കരമായിട്ട് ഓഫീസിലെ മറ്റേ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര സുഖമാണത്. മറ്റേ സ്പോട്ട് ലൈറ്റ് ഷോർട്ട് കട്ട്സും അതും ഇതൊക്കെ. അതായത് നിപ്പിൽ തന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സാധനം വരും. ഇതെടുത്ത് അവിടെ ചെയ്യുക, ഇവിടെ എടുക്കുക, പ്രസൻറ്റേഷൻ റെഡി സാർ.
എന്തിനായാലും ഒരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആൻഡ്രോയിഡിൽ കണ്ട അതേ ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടെ കാണാൻ ഗ്ലാമറായിട്ട് ഷാറുഖ് ഖാനെ പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. സാധനം സെയിം തന്നെ. ഷാറുഖ് ഖാനും അഭിനയിക്കും, സൽമാൻ ഖാനും അഭിനയിക്കും, മനസ്സിലായില്ലേ? പക്ഷേ കാണാൻ കുറച്ചും കൂടെ ജില്ലാണ്. ഋത്തിക് റോഷനെയൊക്കെ ഋത്തിക് റോഷനെ വെക്കാം നമുക്ക്. ആപ്പിൾ ഋത്തിക് റോഷനാണ്. ബാക്കിയുള്ളത് നന്നായിട്ട് അഭിനയിക്കും, പക്ഷേ അവനൊന്നും വിലയില്ല, അവന് ലുക്കില്ല. ഇവിടെ വരുമ്പോൾ അവ അഭിനയിക്കുമെങ്കിൽ അവന് ലുക്കുണ്ട്, കാണാൻ സൂപ്പറാണ്, എല്ലാ എണ്ണത്തിൻ്റെ ടോപ്പ് ഫാനാണ് ഋത്തിക് റോഷൻ. അതാണ് സീൻ, അതാണ് ആപ്പിൾ. ഇപ്പോൾ തന്നെ കുറേ എണ്ണം മറ്റേ തമ്പനയിൽ ഇട്ടിട്ടുണ്ട്, ദിസ് ഈസ് ബെറ്റർ ദാൻ ആൻഡ്രോയിഡ് ഓൺ എന്തെന്ന് ഐഫോൺ ഇസ് ഓൺ ആൻഡ്രോയിഡ് ഡ്രഗ്സ്, ഐഫോണിനെ കാട്ടിലും ആൻഡ്രോയിഡിനെ കാട്ടിലും ഭംഗിയുള്ള ആപ്പിൾ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുത്തന്മാർ മറ്റേ തമ്പനയിലിട്ടിട്ട് ഉണക്കണുണ്ട്. എന്തൊരു കഷ്ടപ്പാടെ, നിന്നെയൊക്കെ എന്തിനടെ പറയാനുള്ളത്? സത്യാവസ്ഥ ഇതാണ്. വാട്സാപ്പിൻ്റെ കുറേ ഫീച്ചേഴ്സ്, ആൻഡ്രോയിഡിൻ്റെ കുറേ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. സാധനം കൊള്ളാം, എന്തായാലും ഈ ഒരു ഗ്ലാസ് പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷേ ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ സെയിം തീം ഐഫോൺ 17 എയറിൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനാണ്. അടിപൊളിയായിരിക്കും. ഐപാഡ് OS അത്യാവശ്യം നൈസായിട്ടുണ്ട്, മാക് OS അത്യാവശ്യം നൈസായിട്ടുണ്ട്. പക്ഷേ മാക് OS ഞാൻ മാറ്റിയിട്ടില്ല, എനിക്ക് പേടിയാണ്. അത് വല്ല പറ്റി കഴിഞ്ഞാണ്ടല്ലോ നെഞ്ചും തടവി ഇരിക്കുക അവിടെ, അയ്യോ പോയേ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം തന്നെ അതാണ്ട് ഈ സാധനം കുറച്ച് ചൂടായി തുടങ്ങി, നെറ്റ്വർക്ക് ഇഷ്യൂ തുടങ്ങിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനത് ചുമ്മാ വിഷമം പറയണമല്ല. ബിക്കോസ് അവർ തന്നെ പറയാറുണ്ട്, നോക്കിയും കണ്ടൊക്കെ ചെയ്യടേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിന് ഓർത്ത് ഈ ബേറ്റ വെർഷനൊന്നുണ്ട്, ഡെവലപ്പർ ബേറ്റ ഒന്നും ആരും എടുത്ത് ചെയ്യൽ. സെപ്റ്റംബർ വരെ ഒന്ന് മറ്റേ എവിടെയെങ്കിലും കെട്ടിയിട്ട് അവിടെ ഇരിക്കുക. സെപ്റ്റംബർ ആകുമ്പോൾ നിങ്ങൾക്കും ഈ നെറ്റ്വർക്ക് ഇഷ്യൂവും ബഗ്ഗും ഒക്കെ വരും. അപ്പം നിങ്ങൾ അപ്പം ഇരുന്ന് കരയുക. അപ്പോൾ ഇപ്പോഴേ എടുത്ത് വെച്ചിട്ട്, മറ്റേതാകുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആപ്പിളിനെ 10 ചീത്ത കളിക്കുക, എന്നിട്ട് അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഇതാകുമ്പോൾ അതുമാരെ കൈമലത്തും. അതുകൊണ്ട് പബ്ലിക് ബേറ്റയും എടുത്തിടല്, ഡെവലപ്പർ ബേറ്റ ഇടരുത്. നിങ്ങൾക്ക് മറ്റേ OTA അപ്ഡേറ്റ് വരും, അത് ചെയ്യുക. ഇതാണ് എനിക്ക് ഈ ഒരു സാധനത്തിനെ പറ്റി പറയാനുള്ളത്. ഈ പറയുന്ന WWDCയിൽ ആപ്പിൾ ഫീച്ചർ ചെയ്ത സാധനത്തിനെ പറ്റി ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ചില സാധനം ഇനി അതാണ് ഈ മറ്റേ വാച്ചിട്ടിട്ട് ഓടുന്നൊക്കെ പറയണത്. എന്തിന് ആയിരിക്കത്? അയ്യോ അയ്യോ, വാച്ചിലൊന്നും ഒന്നും പറയുന്നത്. വാച്ചിൽ നോട്ട്സ് ആപ്പ്, വാച്ചിൽ ഏവനടാ നോട്ട്സ് ആപ്പ് കൊടുക്കണത്? നിനക്കൊക്കെ എവിടെ നിന്നടാ ചന്തി വെച്ചിട്ടാടാ ചിന്തിക്കണത് നീയൊക്കെ? നോട്ട്സ് ആപ്പ് വാച്ചിൽ എന്തിരിയേ നോട്ട്സ് ആപ്പ് വെച്ചിട്ട്? എനിക്ക് മനസ്സിലായി. ഫോൺ നമ്പർ നോട്ട് ചെയ്തിടാന്. ജിമ്മിൽ നിങ്ങൾ ജിം ക്രഷിനെ കണ്ടിട്ട് പുള്ളിക്കാരി എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നോട്ട്സ് ആപ്പ് എടുത്തിട്ട് എത്ര 9472 ഓക്കെ താങ്ക് യു. ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ, ആ നോട്ട്സ് ആപ്പിനൊരു ഗുണമുണ്ട്. അല്ലാതെ ഈ വാച്ചിൽ എന്തൊരു നോട്ട്സ് ആപ്പ്? എടാ ഫോണില്ലേടാ നിൻ്റെയൊക്കെ കയ്യിൽ? ഇതിലുണ്ടല്ലോ നോട്ട്സ് ആപ്പ്. ആ നോട്ട്സ് ആപ്പ് ഇതിലങ്ങ് ചെയ്താൽ പോരെ. എന്തിനാണ് ഈ ചെറിയ ഫോണ്? ഞാൻ പറയില്ല. അങ്ങനെയൊക്കെ കുറേ കോമഡി ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടണില്ല. മിണ്ടി കഴിഞ്ഞാൽ പറയും അയ്യോ അവൻ വന്ന് വിരോധം, അവന് കിടി കാടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒന്നും പറയണില്ലേ, നിങ്ങളൊക്കെ പാടാം. പക്ഷേ എന്തായാലും അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്, നല്ലൊരു അപ്ഗ്രേഡൊക്കെ തന്നെയാണ്. പക്ഷേ തീമാണിത്, ഇതൊരു ഗ്ലാസ് തീം, അത്രേ ഉള്ളൂ. ആൻഡ്രോയിഡിൽ ഇഷ്ടംപോലെ തീമുണ്ട്. പൂച്ചയുടെ തീമുണ്ട്, പട്ടിയുടെ തീമുണ്ട്, പൂക്കി തീമുണ്ട്, മറ്റേ കറുത്ത ഐക്കൺ മാത്രമുള്ള തീമുണ്ട്, വെളുത്ത ഐക്കൺ മാത്രമുള്ള തീമുണ്ട്, പക്ഷിയെ പോലെ ഇരിക്കുന്ന തീമുണ്ട്, മറ്റേ കരടിയെ പോലെ ഇരിക്കുന്ന തീമുണ്ട്, ഗ്ലാസ് ഉണ്ട്, മറ്റേ കല്ലുണ്ട്, മണ്ണുണ്ട്. ഏതിൻ്റെയൊക്കെ തീം വേണം നിങ്ങൾക്ക്? ആൻഡ്രോയിഡ് കയറി കഴിഞ്ഞാൽ ഐക്കൺസ്, തീം വിത്ത് റിംഗ് ടോൺ വരെ ഉണ്ട്. ഇറ്റ് ഈസ് ദ ട്രൂത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വന്നിട്ട് പറയാം, അങ്ങനെ അല്ല ആപ്പിൾ ഋത്തിക് റോഷനാണ്, കണ്ടു കഴിഞ്ഞാൽ ലുക്കാണെന്ന് പറയും. ശരി, ഞാൻ സമ്മതിച്ച് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും സമ്മതിച്ചത് തരൂലാതിരിക്കില്ല. കറക്റ്റാണ്. ഐ ഓൾസോ എഗ്രി. അനിമേഷൻ്റെയൊക്കെ സ്മൂത്ത്നെസ് ഒക്കെ വേറെ ലെവലാണ്. എസ്പെഷ്യലി മറ്റേ ആപ്പിൾ മ്യൂസിക്കിൻ്റെയൊക്കെ പറഞ്ഞാൽ ബ്ലിംബും ഒക്കെ ഉണ്ടല്ലോ, സൂപ്പർ. ഇതൊരു രസമാണ് അത്. ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. കണക്കാണ് എൻ്റെ ബ്ലിളും എന്നിട്ട് നമ്മൾ ഒന്നും മുകളിലോട്ട് വെക്കി കഴിഞ്ഞാൽ പാട്ട് താഴോട്ട് വരും. ഇതൊക്കെ രസമാണത്. ഞാൻ അതാണ് പറഞ്ഞത്, ഋത്തിക് റോഷൻ തന്നെ. പക്ഷേ അഭിനയിക്കണ ആൾക്കാർ വേറെ ഉണ്ട്, പക്ഷെ അവർക്ക് ലുക്കില്ലെന്നേ ഉള്ളൂ. സെയിം സാധനമാണ്. ഇത് ഋത്തിക് റോഷൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. WWDC കഴിഞ്ഞു.